അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ ട്രയാങ്കിൾ ഇറ്റ്സ് ടൈപ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്നുള്ള ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ളതിൽ നമുക്ക് ഇനി എടുക്കാനുള്ളത് ട്രയാങ്കിൾ ഇറ്റ്സ് ടൈപ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്നുള്ള ഭാഗമാണ്, സബ്ഹെഡിങ് ആണ്. ഇതും നമ്മളിതുവരെ പറഞ്ഞ സിമ്പിളാണ്. ഇനിയും ഇത് സിമ്പിൾ തന്നെയാണ്. ട്രയാങ്കിൾ എന്താണെന്നുള്ള അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് കുറച്ച് പ്രത്യേകതയും പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു 10-15-20 മിനിറ്റ് കൊണ്ട് ഇത് തീർക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ട്രയാങ്കിൾ ഈസ് ദ സിംപ്ലസ്റ്റ് പോളിഗൺ ക്ലോസ്ഡ് ഫിഗേഴ്സ് ബൈ 3 ലൈൻ സെഗ്മെൻറ്റ്സ്. ഇപ്പോൾ പോളിഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് പോളി എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളത്. ഇപ്പോൾ മൾട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ എന്താണ് രണ്ടിനേക്കാൾ കൂടുതൽ എന്നർത്ഥത്തിന്. പോളിഗൺ എന്ന് പറഞ്ഞാൽ സൈഡ്സ് ആണ്. അപ്പോൾ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ച് സൈഡുകൾ ഉള്ളത്. പോളി എന്ന് പറഞ്ഞാൽ മൾട്ടി, പോളിനോമിയൽ എന്ന് പഠിച്ചില്ലേ, പോളിനോമിയൽ മോണോനോമിയൽ പോലെ. മോണോനോമിയൽ എന്ന് പറയുമ്പോൾ ഒന്ന്, ബൈനോമിയൽ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ രണ്ടിനേക്കാൾ കൂടുതൽ സൈഡുകളുള്ള. പോളിഗൺ എന്ന് പറയുമ്പോൾ പോളി എന്ന് പറഞ്ഞാൽ രണ്ടിനേക്കാൾ കൂടുതലുള്ള എന്നുള്ള അർത്ഥത്തിന്, മൾട്ടി എന്നുള്ള അർത്ഥത്തിനാണ്, കുറച്ച് എത്ര ഉള്ളതെന്നുള്ള അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കുക, ട്രയാങ്കിൾ ഇസ് ദ സിംപ്ലസ്റ്റ് പോളിഗൺ ആണ്. ഇത് രണ്ടിനേക്കാൾ കൂടുതൽ സൈഡുകളുള്ള ഒരു ഫിഗറാണ് ട്രയാങ്കിൾ ഓഫ് ഓൾ ക്ലോസ്ഡ് ഫിഗേഴ്സ്. നമ്മൾ ഒരുപാട് ക്ലോസ്ഡ് ഫിഗർ ഉണ്ട്. നമുക്ക് ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, പിന്നെ അതിൻ്റെ ശേഷം എന്തുണ്ട്, നമുക്ക് ഹെക്സഗൺ ഉണ്ട്, ഒക്ടഗൺ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏറ്റവും ഇതൊക്കെ ക്ലോസ്ഡ് ഫിഗറാണ്. ഇങ്ങനെ 10 സൈഡിലുള്ള, 8 സൈഡിലുള്ള, 7 സൈഡിലുള്ള, 6 സൈഡിലുള്ള, അതിലൊക്കെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വളരെ 3 ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഗറാണ്, ക്ലോസ്ഡ് ഫിഗറാണ് ട്രയാങ്കിൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ട്രയാങ്കിളിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ക്ലോസ്ഡ് ഫിഗർ ഒരുപാടുണ്ട്, അതിൽ ഏറ്റവും ചെറിയ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഫിഗറാണ് ട്രയാങ്കിൾ എന്നുള്ളത്. ആ ട്രയാങ്കിൾ 3 ലൈൻ സെഗ്മെൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഓക്കെ, 3 ലൈൻ സെഗ്മെൻ്റ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഫിഗർ, ഇറ്റ് ഈസ് എ ക്ലോസ് ഫോംഡ് ബൈ 3 ലൈൻ സെഗ്മെൻറ്റ് ഹാവിങ് 6 എലമെൻറ്റ്സ് ഉണ്ടാവും. അതായത് 3 ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഈ ക്ലോസ്ഡ് ഫിഗറിന് 6 എലമെൻ്റ് ഉണ്ട്. ഏതൊക്കെയാണത്? 3 ആംഗിൾസും ഉണ്ട്, അതുപോലെ തന്നെ 3 സൈഡ്സും ഉണ്ട്. ഇപ്പോൾ 3 ആംഗിൾ ഉണ്ട്, 3 സൈഡും ഉണ്ട്. 1, 2, 3 ആംഗിളുകൾ, പിന്നെ സൈഡുകൾ 1, 2, 3, അങ്ങനെ 3 സൈഡ്സും ഉണ്ടാവുന്നത്. ഓക്കെ, ആംഗിളുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ആംഗിൾ എ ബി സി എന്ന് പറയും, അല്ലെങ്കിൽ ആംഗിൾ ബി എന്ന് പറയും, അതിൻ്റെ വേർട്ടെക്സ് അനുസരിച്ച്. ഇപ്പോൾ ആംഗിൾ എ ബി സി ഇതാണ്, ആംഗിൾ ബി യു തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വേർട്ടെക്സിന് മാത്രം സൂചിപ്പിക്കുക, അങ്ങനെ പറയുന്നത്. പിന്നെ സൈഡുകളും അതുപോലെ തന്നെയാണ്. ഇനി ഈ ട്രയാങ്കിളിനെ നമുക്ക് എങ്ങനെയൊക്കെ വിളിക്കാം? ഈ ട്രയാങ്കിളിനെ നമുക്ക് വിളിക്കാം ട്രയാങ്കിൾ എ ബി സി എന്ന് പറയാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ബി എ സി എന്ന് പറയാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ സി ബി എ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ ഇത്ര പ്രത്യേകത ആകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ഇനി അടുത്ത കുറച്ച് ചാപ്റ്ററുകൾ കോൺക്രീറ്റ്സ് ഓഫ് ട്രയാങ്കിൾ ഒക്കെ പഠിക്കാണ്ട്, അപ്പോൾ നമുക്ക് അതിനെ കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ക്ലോസ്ഡ് ഫിഗറുകളിൽ നിന്ന് മാത്തമാറ്റിക്സിലെ ജിയോമെട്രിക് ഫിഗേഴ്സിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഫിഗറാണ്, അല്ലെങ്കിൽ പോളിഗണാണ് ഏത്? ട്രയാങ്കിൾ എന്നുള്ളത്. ഇനി ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ, ഏതൊക്കെ ടൈപ്പാണ് ട്രയാങ്കിൾ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്സും ഉണ്ട്, അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസും ഉണ്ട്. അപ്പോൾ സൈഡ് ആസ്പദമാക്കിയിട്ട് ആദ്യം പറയുന്നത് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ ഓൺ ദ ബേസിസ് ഓഫ് സൈഡിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ടൈപ്പുകളാണ്. അപ്പോൾ അതിലെ ഒന്ന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, രണ്ടാമത്തെ ഐസോസെൽസ് ട്രയാങ്കിൾ, മൂന്നാമത്തെ സ്കാലിയൻ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 3 സൈഡ് ബേസ് ചെയ്തിട്ടാണ്, 3 സൈഡും തുല്യമായിരിക്കും. ഓക്കെ, അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇൻ വിച്ച് ഓൾ സൈഡ്സ് ആർ ഈക്വൽ, അതിനാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. സിമ്പിൾ ആണ്, അപ്പോൾ പെട്ടെന്ന് പോവാണ്. പിന്നെ ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എ ട്രയാങ്കിൾ ഇൻ വിച്ച് 2 സൈഡ്സ് ആർ ഈക്വൽ, 2 സൈഡ് ഈക്വൽ ആണ്, മൂന്നാമത്തെ സൈഡ് ഈക്വൽ അല്ല. അപ്പോൾ ഇതിലിപ്പോൾ ഈ സൈഡും ഈക്വൽ ആണ്, ഈ സൈഡ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ 8, ഇവിടെ 8, ഇവിടെ 5 എന്നൊക്കെ ആയിരിക്കും ഉദാഹരണത്തിന്. ഇനി മൂന്നാമത്തെ വിഭാഗം സ്കാലിയൻ ആണ്. സ്കാലിയൻ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ആർ ഡിഫറെൻറ്റ് ലെങ്ത്, വ്യത്യസ്ത ലെങ്ത് ഉള്ളതാണ് സ്കാലിയൻ എന്ന് പറയും. അപ്പോൾ സൈഡ് ബേസ് ചെയ്തിട്ടുള്ള ടൈപ്സ് ഏതൊക്കെയാണോ? ഇക്വിലാറ്ററൽ, 3 സൈഡും ഈക്വൽ ആണ്. ഒരു സൈഡ് 10 ആണെങ്കിൽ മറ്റ് 2 സൈഡും 10 തന്നെ ആയിരിക്കും, അതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. രണ്ടാമത്തെ ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത 2 സൈഡുകൾ ഈക്വൽ ആയിരിക്കും, മൂന്നാമത്തെ സൈഡ് ഡിഫറെൻ്റ് ആയിരിക്കും.
ഇനി സ്കാലിൻ ട്രയാങ്കിൾ 3 സൈഡും ഡിഫറെൻറ്റ് ലെങ്ത്തിലായിരിക്കും ഉള്ളത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസ്, ആംഗിൾ ബേസ് ചെയ്തിട്ടുള്ള ടൈപ്സ് ആണ്. അതിൽ ഒന്നാമത്തെ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എ ട്രയാങ്കിൾ ഇൻ വിച്ച് വൺ ഓഫ് ദ ആംഗിൾ ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രിയേക്കാൾ മുകളിലുള്ളതും 180 ഡിഗ്രിയേക്കാൾ ചെറുതുമാണ്. ഓക്കെ അല്ലേ? 180 ഡിഗ്രിയേക്കാൾ ചെറുതും. അപ്പോൾ അതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രിയേക്കാൾ ചെറുതുമായിരിക്കണം, 90 ഡിഗ്രിയേക്കാൾ വലുതുമായിരിക്കണം. അപ്പോൾ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിളാണ്, അതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. അല്ലെങ്കിൽ സിംപിളി പറയുകയാണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് എന്ത്? ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ, ഇപ്പോൾ ഇത് രണ്ടും ഒബ്റ്റ്യൂസ് ആംഗിൾ ആകണമെന്നില്ല, ഏതെങ്കിലും ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ എന്താകും? ആ ട്രയാങ്കിളിന് പറയുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. കാരണം നമുക്കറിയാം ഏതെങ്കിലും ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആയി കഴിഞ്ഞാൽ മറ്റ് രണ്ട് ആംഗിളും ഒരിക്കലും ഒബ്റ്റ്യൂസ് ആവുകയില്ല. കാരണം വെച്ചാൽ ഈ ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പം ഒരു ആംഗിൾ തന്നെ എന്താണ്? ഒബ്റ്റ്യൂസ് ആണെങ്കിൽ മറ്റേ 2 ആംഗിൾ ഒരിക്കലും എന്താവില്ല? ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ആവില്ല, ഒബ്റ്റ്യൂസ് ആംഗിൾസ് ആവുകയില്ല എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ഇൻ വിച്ച് വൺ ഓഫ് ദ ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഏതെങ്കിലും ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആയി കഴിഞ്ഞാൽ തന്നെ അതിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും. ഇനി അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ 3 ആംഗിൾസും എന്താണ്? 3 ആംഗിൾസും അക്യൂട്ട് ആംഗിൾ ആണെങ്കിലാണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. ഇപ്പോൾ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് പറഞ്ഞു, ഏതെങ്കിലും ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ആവും. റൈറ്റ് ആംഗിളിൻ്റെ സ്ഥലത്തും അങ്ങനെ തന്നെ, ഏതെങ്കിലും ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകും. പക്ഷേ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾഡ് എന്താണ്? 3 ആംഗിൾസും എന്താണ്? അക്യൂട്ട് ആണെങ്കിലാണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആവുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിളുടെ തുകയുടെ പ്രത്യേകത എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ 2 ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്. ആ ട്രയാങ്കിൾസിൻ്റെ തുകയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 10.36 എയും ഉണ്ട് ബിയും ഉണ്ട്. അതിൽ എ എന്നുള്ള ആംഗിൾ എ 80, ബി 40, സി 60, പിന്നെ അതുപോലെ തന്നെ അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് വെച്ചിട്ട് 180 ആണ്. ഇനി ബി എടുത്തു കഴിഞ്ഞാൽ, ഈ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ പി എന്താണ്? 30, ക്യൂ 40, ആറ് 110, പി പ്ലസ് ക്യൂ പ്ലസ് 6 ഇസിക്കട്ട് 30 പ്ലസ് 40 പ്ലസ് 110 ഇസിക്കട്ട് 180. അപ്പോൾ എന്താണ് ഇവിടെ പ്രത്യേകത? ഈ ഏത് ആംഗിളിൻ്റെ ട്രയാങ്കിൾ എടുത്താലും അതിൻ്റെ ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ, ഏത് ട്രയാങ്കിൾ എടുത്താലും അതിൻ്റെ ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളുകളുടെ സം എന്തായിരിക്കും? 180 ആയിരിക്കും. അതാണ് തിയറം പറയുന്നത്. ദ സം ഓഫ് 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളുടെ സമ്മ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി അത് പ്രൂവ് ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇതൊരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൻ്റെ ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു ലൈന് വരച്ചു. ഓക്കെ, അതാണ് നമുക്ക് ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. പ്രൂവ് ചെയ്യാണ് എ പ്ലസ് ബി പ്ലസ് സി ഇസിക്കറ്റ് 180 ഡിഗ്രിയാണ് പ്രൂവ് ചെയ്യാണ്. ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ്. അത് ത്രൂ എയിലൂടെ ഡ്രോ എ ലൈൻ ഡി ഇ എന്നുള്ള ലൈന് വരയ്ക്കാം. പാരലൽ ടു ബി സി, ബി സിക്ക് പാരലായിട്ട് ഒരു ലൈന് വരയ്ക്കാം. ഇനി എന്താണ് നമുക്ക് ഈ ഡി ഇ എന്താണ്? ബി സിക്ക് പാരലാണ്. അപ്പോൾ എന്താണ്? ഒരു എ ബി എന്നുള്ള എന്തായിരിക്കും? ഒരു ട്രാൻസ്വേഴ്സിലായിരിക്കും. ഇവിടെ എ ബി എന്താണ്? ഒരു ട്രാൻസ്വേഴ്സിലായിരിക്കും. അതായത് നമ്മൾ പറയാം ഈ ബി സി എന്നുള്ളത് ഒരു ലൈനും ഇതും ലൈനാണ്, ഇത് രണ്ടും പാരലാണ്. പാരലാകുമ്പോൾ എ ബി എന്നുള്ളത് ഇങ്ങനെ വരുന്നുണ്ട്, അതല്ലേ എ ബി? അല്ലെങ്കിൽ എ ബി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എ ബി എന്താണ്? ഒരു ട്രാൻസ്വേഴ്സിലാണ്. ട്രാൻസ്വേഴ്സിൽ എന്ന് പറഞ്ഞാൽ 2 ലൈനുകളെ വ്യത്യസ്ത പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ലൈനിനാണ് ട്രാൻസ്വേഴ്സിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണ്? ഒരു ട്രാൻസ്വേഴ്സിലാണ്. അപ്പോൾ അതൊരു ട്രാൻസ്വേഴ്സിലാകുമ്പോൾ നമുക്ക് ബി എന്തായിരിക്കും? ഈസിക്കൽ ടു ഡി എ ബി. കാരണം ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. അത് ഇതിൽ കാണിക്കാം. അതായത് ഇതൊരു ലൈനും ഇതൊരു ലൈനും, ഈ 2 ലൈനും പാരലാണ്. അപ്പോൾ എ ബി എന്നുള്ള ഒരു ട്രാൻസ്വേഴ്സിലാണ്. അപ്പം നമുക്കറിയാം ഇതൊരു ട്രാൻസ്വേഴ്സിലാവുമ്പോൾ ഇതുമാണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ്. അപ്പോൾ ഈ 2 ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ,
ഈക്വൽ ആയിരിക്കും. ഇതുപോലെ തന്നെ സിയും ഇ എ സിയും ഈക്വൽ ആയിരിക്കും. സി ഏതാണ് അവിടെ? സി ഇതും ഇ എ സി ഇതും. കാരണം ഇത് പാരലൽ ലൈൻസ് ആണ്, ഇത് വേറൊരു ട്രാൻസ്വേഴ്സിലാണ്. അപ്പോൾ ഇത് പാരലൽ ലൈൻസ്, ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഇത് വേറൊരു ട്രാൻസ്വേഴ്സിലാവുമ്പോൾ ഇവിടെ ഈ ആംഗിൾ ഈ ആംഗിളും അതുപോലെ തന്നെ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആംഗിളാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കാരണം ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ട്രാൻസ്വേഴ്സിൽ രണ്ട് പാരലൽ ലൈൻസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും ഒരു ആൾട്ടർനേറ്റീവ് ആംഗിളാണ്, ഇതും വേറൊരു ആൾട്ടർനേറ്റീവ് ആംഗിളാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ്? ഈ ബിയും സിയും കൂട്ടാണ്. ഈ ബിയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? കാരണം ബി ഈസ് ഈക്വൽ ടു ഡി എ ബി, സി ഈസ് ഈക്വൽ ടു ഇ എ സി. അപ്പം ബിയും സിയും കൂട്ടിയാൽ ഡി എ ബി പ്ലസ് ഇ എ സി ആയിരിക്കും. ഇനി നമ്മളെന്താണ്? ഇത് രണ്ടിലേക്കും, ഈ ബി പ്ലസ് സിയിലേക്കും ഡി എ ബി പ്ലസ് ഇ എ സിയിലേക്കും എ എന്നുള്ള ആംഗിൾ കൂട്ടുകയാണ്. അപ്പം നമ്മളെന്താ പറഞ്ഞത്? ഈ ബി എന്നുള്ള ആംഗിൾ ഈക്വലാണ് ഈ ആംഗിളിനോട്, സി എന്നുള്ള ആംഗിൾ ഈക്വലാണ് ഈ ആംഗിളിനോട് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? ഈ ബിയും സിയും കൂട്ടിയാൽ എന്ത് കിട്ടും? അപ്പം ഈ ആംഗിളും കൂട്ടിയതിനോട് തുല്യമായിരിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ബി പ്ലസ് സിയിലേക്ക് എ എന്നുള്ള ഈ ആംഗിൾ കൂട്ടി, അതുപോലെ തന്നെ ഡി എ ബിയിലേക്കും ഇ എ സിയിലേക്കും എന്ത് കൂട്ടി? ഈ ആംഗിൾ കൂട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടിലേക്കും നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു? ബി എന്നുള്ള ആംഗിളിനോട് തുല്യമാണ് ഈ ആംഗിൾ, സി എന്നുള്ള ആംഗിളിനോട് തുല്യമാണ് ഈ ആംഗിൾ. അപ്പോൾ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ ആയിരിക്കും. ഇനി നമ്മൾ ബി പ്ലസ് സി പ്ലസ് എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ ആംഗിൾ പ്ലസ് എ ആംഗിൾ ആയിരിക്കും. കാരണം ഇതും കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിളിനോടും തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? രണ്ടിലേക്കും എ എന്നുള്ള ആംഗിൾ കൂട്ടുകയാണെങ്കിൽ അപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ അതാണ് രണ്ടിലേക്കും എന്താണ്? എ എന്നുള്ള ആംഗിൾ കൂട്ടാണ്. ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു ഡി എ ബി പ്ലസ് ഇ എ സി ആണ്. ഇതിലേക്ക് ബി പ്ലസ് സിയിലേക്ക് എ കൂട്ടി എ പ്ലസ് ബി പ്ലസ് സി, അതുപോലെ എ എന്നുള്ളത് എന്തിലേക്കും കൂട്ടി? ഡി എ ബി പ്ലസ് ഇ എ സിയിലേക്ക് കൂട്ടി. അപ്പോൾ എന്തായിരിക്കും? 180 ആയിരിക്കും. നമുക്കറിയാം എന്താണ്? എ പ്ലസ് ഡി എ ബി പ്ലസ് ഇ എ സി എന്താണ്? 180 ആണെന്ന് അറിയാം. കാരണം എന്താണ്? ആംഗിൾസ് മേക്കിംഗ് എ സ്ട്രൈറ്റ് ലൈൻ. ഈ മൂന്ന് ആംഗിളുകൾ കൂടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. എങ്ങനെ കിട്ടിയത്? കാരണം അതൊരു സ്ട്രൈറ്റ് ലൈനിൽ ഉണ്ടാവുന്ന ആംഗിളുകളാണ്. ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് നമ്മൾ പറഞ്ഞിരുന്നു, അതൊരു 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഇത് മൊത്തം കൂട്ടിയാൽ എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പം ഈ മൂന്ന് ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്. അതേ 180 തന്നെയാണ് എപ്പോഴും കിട്ടുന്നത്, ഈ മൂന്ന് ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാലും കിട്ടുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക്? ഈ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിളുകളായിട്ടുള്ള എയും ബിയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. അപ്പം ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിളിൻ്റെ തുക എപ്പോഴും എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രത്യേകത, ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. അതൊരു ട്രയാങ്കിളിലെ മൂന്ന് ആംഗിളുകളുടെ തുക എപ്പോഴും 180 ആയിരിക്കും. ഇനി അടുത്തത് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പം ഈ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ് ഈ സി എന്നുള്ള ആംഗിൾ ഇവിടെ ഉള്ള, അതായത് എ സി ഡി എന്നുള്ള ആംഗിൾ ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എത്ര എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാവും? 6 എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാകും. അതായത് ഒന്ന്, കാരണം നമുക്ക് ഇത് അങ്ങോട്ട് വരയ്ക്കാം ഒന്ന്, പിന്നെ ഇത് ഇങ്ങോട്ട് വരയ്ക്കാം, പിന്നെ ഇത് ഇങ്ങോട്ട് വരയ്ക്കാം, അത് അങ്ങോട്ടും വരയ്ക്കാം, ഇത് ഇങ്ങോട്ട് വരയ്ക്കാം, ഇത് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾസ് എത്ര ഉണ്ട്? 6 എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാവും. കാരണം ഇതൊരു എക്സ്റ്റീരിയർ ആംഗിൾ ഇങ്ങോട്ട് വരച്ചപ്പോൾ, പിന്നെ ഇത് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ, പിന്നെ ഇത് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ, ഇത് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ അല്ലേ? ഇനി ഇത് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ, ഇത് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ. അങ്ങനെ മൊത്തം 6 എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാകും ഒരു ട്രയാങ്കിളിന്. എങ്ങനെയാണ് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാക്കുക? ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു സൈഡ് എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക, അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതിനാണ്. ഒരു സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത സൈഡും വേറെ ഒരു സൈഡും കൂടി ഉണ്ടാവുന്നതാണ് എക്സ്റ്റീരിയർ ആംഗിൾസ്. അങ്ങനെ മൊത്തം 6 എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. ഓക്കെ അല്ലേ?
ദ ആംഗിൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഒരു ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ ദ ആംഗിൾ ഫോംഡ് ബൈ എ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ട്രയാങ്കിളിൻ്റെ സൈഡും അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സൈഡും അതേ ട്രയാങ്കിളിൻ്റെ വേറൊരു സൈഡും വെച്ച് ഉണ്ടാകുന്ന ആംഗിളാണ് ഈ കോൾഡ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടിയ ഒരു സൈഡും ആ ട്രയാങ്കിളിൻ്റെ വേറൊരു സൈഡും കൂടി ഉണ്ടാകുന്നതാണ് എന്ത് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളിനെ നോക്കിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതൊരു എക്സ്റ്റീരിയർ ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ഈ ആംഗിളും ഈ ആംഗിളും. ഓക്കെ, അതാണ് ഇനി പറയുന്നത് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ആണ് നോട്ട് ഫോമിങ് എ ലീനിയർ പെയർ വിത്ത് ദ ഗിവൺ എക്സ്റ്റീരിയർ ആംഗിൾ. നമുക്ക് കിട്ടിയ എക്സ്റ്റീരിയർ ആംഗിളുമായിട്ട് ലീനിയർ പെയർ ആകാത്ത രണ്ട് ആംഗിൾസിനെയാണ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു എക്സ്റ്റീരിയർ ആംഗിളാണ്. ഈ എക്സ്റ്റീരിയർ ആംഗിൾ ലീനിയർ പെയർ ആണ് ഇത്. കാരണം ഇത് മൊത്തം 180 ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ആംഗിൾ കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഈ എക്സ്റ്റീരിയർ ആംഗിൾ ലീനിയർ പെയർ ആണ് ഈ ഇൻറ്റീരിയർ ആംഗിൾ. ഈ ഇൻറ്റീരിയർ ആംഗിൾ അല്ലാത്ത അപ്പോൾ ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിനോട് ലീനിയർ പെയർ ആകാത്ത മറ്റ് രണ്ട് ആംഗിൾസ് ആണ് ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അതാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിളുകളാണ് നോട്ട് ഫോമിങ് എ ലീനിയർ പെയർ വിത്ത് ദ ഗിവൺ എക്സ്റ്റീരിയർ ആംഗിൾ. നമുക്ക് നൽകപ്പെട്ട എക്സ്റ്റീരിയർ ആംഗിളുമായിട്ട് ലീനിയർ പെയർ ആകാത്ത മറ്റു രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് എന്ത് പറയുക? ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയും. അപ്പം നമുക്കറിയാം ഇവിടെ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇത് മൊത്തം 180 ആയിരിക്കും, ഇത് മൂന്നും കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പോൾ ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റീരിയർ ആംഗിളും ഈ സിയും കൂട്ടിയാൽ ഈ എക്സ്റ്റീരിയർ ആംഗിളും ACD എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഇൻറ്റീരിയർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും. ഇതിൻ്റെ മൂന്ന് ആംഗിൾസും ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും. അപ്പോൾ ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിളും കൂട്ടിയാൽ കിട്ടുന്ന തുകയായിരിക്കും ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ഡിഗ്രി. അതായത് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന അളവായിരിക്കും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ അളവ്. അപ്പോൾ എന്താണ് നമ്മളിപ്പം ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് പറഞ്ഞു. ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എക്സ്റ്റീരിയർ ആംഗിളിനോട് ലീനിയർ പെയർ ആകാത്ത ട്രയാങ്കിളിൻ്റെ മറ്റ് രണ്ട് ആംഗിൾസിനാണ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഇനി ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസിൽ നമുക്കിവിടെ രണ്ട് ആംഗിളുകളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഇത് 60ഉം ഇത് 60 തന്നെയല്ലേ, A60ഉം B50ഉം ഇത് 110ഉമാണ്. ഓക്കെ, അതായത് A60ഉം B50ഉം ഈ എക്സ്റ്റീരിയർ ആംഗിൾ 110ഉമാണ്. അപ്പോൾ ഈ 110 എന്ന് പറഞ്ഞാൽ ഈ 50 + 60 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് എന്ത് മനസ്സിലായി? എന്താ ശ്രദ്ധിക്കുക, ACD പറഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾ 110 ആണ്. അത് ACD എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ആംഗിൾ ബിയും കൂട്ടിയതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, an exterior angle എന്ന് പറഞ്ഞാൽ is equal to the sum of two interior opposite angles. ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിളുടെ തുകയായിരിക്കും എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതെന്താണ്? 110 ഡിഗ്രി. അത് ഇതിൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? ഈ രണ്ട് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിളുകളുടെ തുകയായിരിക്കും ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്താണെന്ന് പറഞ്ഞു, ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് പറഞ്ഞു, ഈ ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ തുകയായിരിക്കും എക്സ്റ്റീരിയർ ആംഗിൾ എന്നും പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മൂന്നും പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഔട്ട് ഓഫ് ദി ഗിവൺ ഓൾട്ടർനേറ്റ് ഇൻ ദ ഫോളോയിങ് മൾട്ടിപ്പിൾ ചോയ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ ആകുന്നത് അടിയിൽ ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ തുക എത്ര ആയിരിക്കും? 180 ആയിരിക്കണം. അപ്പോൾ അടിയിൽ 180 ഏതിനാണ് വരുന്നത് അതായിരിക്കും ഉത്തരം. അപ്പോൾ ഇവിടെ നമുക്കറിയാം 65 + 45 110, 110 + 80 190 ആണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ ആവില്ല. 90 + 30 120, 120 + 61 181 ആണ്. അതും ഒരിക്കലും ആവുകയില്ല.
60+60 120 പ്ലസ് 59 179 അതും ആവുകയില്ല. 60+60+60 180 അതാണ് ആകുക. ഓക്കെ അല്ലേ? അപ്പം ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് ഡി ആണെന്നുള്ളത്. ഇനി ഈ ഫിഗർ എടുത്തിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ ആംഗിൾ എ എത്രയാണെന്ന് കണ്ടെത്താം. ആംഗിൾ എ, അപ്പം നമുക്കിവിടെ ആംഗിൾ സി 150 ആംഗിൾ ബി 105 അപ്പം നമുക്കറിയാം ഈ സി എന്നുള്ള ആംഗിള് ഈ 105 പ്ലസ് ആംഗിൾ എ ആയിരിക്കും. അപ്പം ഇനി എ കണ്ടെത്താൻ സുഖമാണ്. കാരണം എന്ത് കുറച്ചാൽ മതി? ഈ സിയിൽ നിന്ന് ബി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ എ കിട്ടും. ഈ സി എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റീരിയൽ ആംഗിൾ കിട്ടും. അപ്പം 150 മൈനസ് 105 എത്രയാണ്? 45. അപ്പോൾ ഉത്തരം 45 ആയിരിക്കും. സി ആയിരിക്കും ഉത്തരം. കണ്ടില്ലേ? ആൻസർ സി. അതുപോലെ ചെയ്തു വരും കേട്ടോ. എക്സാമ്പിൾ 10.4 എന്താണ്? ബൈസെക്ടേഴ്സ് ഓഫ് പി ക്യു ആർ ആൻഡ് പി ആർ ക്യു ഇൻ്റർസെക്ട് ഈച്ച് അതർ അറ്റ് ഒ. അതായത് ഇതാണ് ഒരു ബൈസെക്ടർ. പി ക്യു ആർ എന്നുള്ള ട്രയാങ്കിൾ ഇത്, അതിൻ്റെ ബൈസെക്ടർ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ പി ആർ ക്യു എന്നുള്ളത് ഇതും അതിൻ്റെ ബൈസെക്ടർ ഇതുമാണ്. അതെന്താകുന്നുണ്ട്? പോയിന്റ് ഓയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് തെളിയിക്കാനുള്ളത്? ക്യു ഒ ആർ എന്നുള്ള ആംഗിള് 90+12p ആണ് തെളിയിക്കാനാണ് പറഞ്ഞത്. 90+12p ആണ് തെളിയിക്കാൻ. ഓക്കെ, അപ്പം എങ്ങനെ തെളിയിക്കാൻ നമുക്കറിയാം. ക്യു ഒ ആർ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 180 മൈനസ്, കാരണം ഈ ഇത് ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രയാങ്കിളിനെ പകുതി മുറിക്കുന്നതാണ്, ഈക്വലാക്കി മുറിക്കുന്നതാണ് ബൈസെക്ടർ. അപ്പോൾ നമ്മൾ ഇനി എന്താണ്? ക്യു ഒ ആർ ഈസ് ഈക്വൽ ടു, അത് മൊത്തത്തിൽ ഇത് 180 ആയിരിക്കും. ഓക്കെ അല്ലേ? ഒരു ട്രയാങ്കിൾ ആകുമ്പോൾ. അപ്പം ക്യു ഒ ആർ ഈസ് ഈക്വൽ ടു 180 മൈനസ് ഹാഫ് ഓഫ് പി ക്യു ആർ പ്ലസ് പി ആർ ക്യു അല്ലേ? കാരണം ഇതിൻ്റെ അളവ് കാണണമെങ്കിൽ എന്താണ്? ഇത് പി ക്യു ആറിൻ്റെ പകുതിയാണ് ഈ ആംഗിൾ, അതുപോലെ തന്നെ പി ആർ ക്യുവിൻ്റെ പകുതിയാണ് ഈ ആംഗിൾ. അപ്പം ഇതെന്തായിരിക്കും? ഈ ആംഗിള് മൊത്തം 180 ആയിരിക്കും. 180 മൈനസ് ഹാഫ് ഓഫ് പി ക്യു ആർ പ്ലസ് ഇത് ഹാഫ് ഓഫ് പി ആർ ക്യു ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ക്യു ഒ ആർ ഈസ് ഈക്വൽ ടു 180 മൈനസ്, അവിടുന്ന് 180 കിട്ടിയത് കാരണം 3 ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180. അപ്പോൾ 180 മൈനസ് ഹാഫ് ഓഫ് പി ക്യു ആർ പ്ലസ് പി ആർ ക്യു. അപ്പോൾ പി ആർ ക്യുവിൻ്റെയും പി ക്യു ആറിൻ്റെയും തുക കണ്ടിട്ട് അതിൻ്റെ ഹാഫ് കുറച്ചാൽ എന്ത് കിട്ടും? നമുക്കിത് കിട്ടും. അപ്പോൾ 180 മൈനസ് പി ക്യു ആർ പ്ലസ് പി ആർ ക്യു അല്ലേ? ഹാഫ് പി ക്യു ആർ പ്ലസ് പി ആർ ക്യു. ഇനി 180 മൈനസ് ഹാഫ് 180 മൈനസ് ആംഗിൾ പി. അതെങ്ങനെ കിട്ടിയത്? നമുക്കറിയാം ഈ വലിയ ട്രയാങ്കിളിൽ ഈ പി ക്യു ആറും പി ആർ ക്യുവും എന്തായിരിക്കും? 180 മൈനസ് പി ആയിരിക്കും. അത് 180 മൈനസ് പി എന്നുള്ളത് എന്തായിരിക്കും? ഈ ക്യു ആംഗിളും ആർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180 മൈനസ് പി കിട്ടും. അതായത് ഈ 3 ആംഗിളുകളും കൂടി 180. അപ്പോൾ അതിൽ നിന്ന് 180 നിന്ന് പി കുറച്ചാൽ എന്ത് കിട്ടും? പി ക്യു ആറിൻ്റെയും പി ആർ ക്യുവിൻ്റെയും തുക കിട്ടും. നമുക്കിവിടെ ഇപ്പോൾ എന്താ ഉള്ളത്? പി ക്യു ആറും പി ആർ ക്യു ആണ്. അതിന് പകരം എന്ത് എഴുതി? നമ്മൾ 180 മൈനസ് ആംഗിൾ പി എഴുതി. ഇനിയിപ്പോൾ സുഖമാണ്. എന്ത്? നമ്മളിപ്പോൾ ഇതിനെ 180 മൈനസ് 90 എഴുതി. കാരണം 180ൻ്റെ ഇപ്പോൾ ഇതിനെന്താക്കി? പുറത്തെടുത്തു. 180 മൈനസ് ഹാഫ് 180 മൈനസ് പി ആണ് നമുക്ക് കിട്ടിയത്. അതിൽ 180 മൈനസ് 2 ഹാഫ് എന്ന് പറയുമ്പോൾ അതിന് 90 അതിനെ പുറത്തെടുത്തു. ബാക്കി ഇപ്പോൾ എന്താ ഉള്ളത്? മൈനസ് പി ആണ്. അത് അങ്ങനെ അത് എഴുതി. പ്ലസ് എങ്ങനെ കിട്ടിയത് ഇവിടെ? കാരണം ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് ആണ്. മൈനസ് 180 ഇങ്ങനെ കിട്ടും. പിന്നെ ഈ മൈനസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് ആകും. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ്, കാരണം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് പ്ലസ് ആയി. അപ്പോൾ 180 മൈനസ് 90 പ്ലസ് ഹാഫ് പി കിട്ടി. 180 മൈനസ് 90 ഈസ് ഈക്വൽ ടു 90 ദെൻ ഹാഫ് പി. അത് തെളിയിച്ച് കഴിഞ്ഞു. അപ്പോൾ മനസ്സിലാക്കട്ടോ. ചെക്ക് യുവർ പ്രോഗ്രസ്സിൽ എല്ലാം ചെയ്തു വരാം. അതിൽ 5-6 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്തു വരാം. ഇനി നമ്മൾ ഇതിൽ അവസാനത്തെ ഒരു കോൺസെപ്റ്റാണ് ലോക്കസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്.
നമ്മൾ പേര് കേൾക്കാത്തതുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ലോക്കസ്, നമുക്ക് ഒരു ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരാൾ എന്താണ്, ഒരു ബാറ്റ്സ്മാൻ ബോൾ അടിച്ചു കഴിഞ്ഞാൽ ആ ബോൾ എന്ത് ചെയ്യും, ഉയർന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് പോകും. മൊത്തത്തിൽ അടിച്ചു കഴിഞ്ഞാൽ, ബാറ്റിൽ തട്ടി കഴിഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിൽ പോകും. ആ പന്തിൻ്റെ പോക്കിനെയാണ് എന്ത് പറയുന്നത്, ലോക്കസ് എന്ന് പറയുന്നത്. അതായത് ദ പാത്ത് ഡിസ്ക്രൈബ് ഈസ് കോൾഡ് ലോക്കസ്. അപ്പോൾ ലോക്കസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ പന്ത് ഏതാണോ അവിടെ വസ്തു, ആ പന്തിൻ്റെ പാത്ത്, അത് പോകുന്ന വഴിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കസ് എന്ന് പറയുന്നത്. നമുക്കിപ്പം ജിയോമെട്രിയിൽ നമ്മളെന്താണ് ഒരു പോയിന്റ് ആയിട്ടാണ് പറയുന്നത്, അതാണ് ഈ പോയിന്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പന്തിൻ്റെ പോക്കിനെയാണ് ലോക്കസ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കാം, എ ഫിഗർ ഇൻ ജിയോമെട്രി. ഇത് ഇപ്പോൾ ലോക്കസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, ഒരു പോയിന്റിൻ്റെ മൂവ്മെന്റിന്റെ പാത്ത്. ലോക്കസ് ഈസ് ദ പാത്ത് ഓഫ് മൂവ്മെന്റ് ഓഫ് എ പോയിന്റ്. ഒരു പോയിന്റ് ചലിക്കുന്ന അതിൻ്റെ പാത്തിനെയാണ് എന്ത് പറയുന്നത്, ഒരു ലോക്കസ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, എ ഫിഗർ ഇൻ ജിയോമെട്രി. ഒരു ജിയോമെട്രിയിൽ ഒരു ഫിഗർ എന്നുള്ളത് റിസൾട്ട് ഓഫ് പാത്ത് ട്രേസ്ഡ് ബൈ എ പോയിന്റ്. ഒരു പോയിന്റ് ട്രേസ് ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന പിന്തുടരുന്ന ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ഒരു പാത്ത്, ആ പാത്തിൻ്റെ റിസൾട്ടായിട്ടാണ് ഒരു ഫിഗർ വരുന്നത്. നമുക്കിപ്പോൾ കുറച്ച് എക്സാമ്പിൾ എടുക്കാം. നമ്മൾ രണ്ട് പാരലൽ ലൈൻസ് എടുത്തു. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, എന്താണ് ലോക്കസ് എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് എ പോയിന്റ് അല്ലെങ്കിൽ പാത്ത് ഓഫ് മൂവ്മെന്റ് ഓഫ് എ പോയിന്റ്. ഒരു പോയിന്റ് ചലിക്കുന്നതിൻ്റെ പാത്തിനെയാണ് ലോക്കസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജിയോമെട്രിയിൽ നമ്മളിപ്പോൾ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ സർക്കിൾ എന്താണ്, കുറേ പോയിന്റുകളുടെ കൂട്ടാണല്ലേ. അപ്പോൾ എങ്ങനെയുള്ള പോയിന്റാണ്, ഈ സെൻറ്ററിൽ നിന്ന് വളരെ ഈക്വൽ ഡിസ്റ്റൻസുള്ള ഒരുപാട് പോയിന്റുകളുടെ ഈക്വൽ ഡിസ്റ്റൻസുള്ള ഒരു പോയിന്റിന്റെ ചലനത്തിന്റെ പാത്താണ് ഒരു സർക്കിൾ. അതാണ് ജിയോമെട്രിയിലെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ എ ഫിഗർ ഇൻ ജിയോമെട്രി ഈസ് എ റിസൾട്ട് ഓഫ് പാത്ത് ട്രേസ്ഡ് ബൈ എ പോയിന്റ്. ഒരു പോയിന്റ് ട്രേസ് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന പാത്തിന്റെ ഫിഗർ റിസൾട്ട് ആയിരിക്കും ജിയോമെട്രിയിലെ ഓരോ ഫിഗറുകളും, അധികം ഫിഗറുകളും എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എക്സാമ്പിൾ പറയുന്നുണ്ട്, രണ്ട് പാരലൽ ലൈൻസ് എല്ലും എമ്മും എടുത്തു, പിന്നെ ഒരു പോയിന്റ് പി എന്നുള്ള പോയിന്റ് എടുത്തു ബിറ്റ്വീൻ എന്തിൻ്റെ ഇടയിൽ, ഈ പി എല്ലിൻ്റെയും എമ്മിൻ്റെ ഇടയിൽ. അപ്പോൾ ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്, എല്ലും എമ്മും. ഓക്കെ, ഇനി ഇതിന് രണ്ടിൻ്റെയും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള എന്തുള്ള ഒരു പി എന്നുള്ള പോയിന്റ് എടുത്തു. ഇനി എന്താണ് നമുക്ക്, ഇഫ് ദ പാർട്ടിക്കിൾ മൂവ്സ്, ഈ പി എന്നുള്ള പാർട്ടിക്കിൾ മൂവ് ആണ്. എങ്ങനെയാണ് മൂവ് ആവുന്നത്, ഇക്വ ഡിസ്റ്റൻ്റ് ആയിട്ട്. അത് എല് എന്നുള്ള ലൈനെന്നും എം എന്നുള്ള ലൈനെന്നും ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇവിടെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക, എന്തായിരിക്കും അതിൻ്റെ പാത്ത് ദ പാത്ത് ട്രേസ്ഡ് ബൈ പി വിൽ ബി എ ലൈൻ പാരലൽ ടു ബോത്ത് ലൈൻസ്. ഇതിൻ്റെ പാത്ത്, ഈ ലൈൻ എന്തായിരിക്കും, ഈ ലൈനിനും പാരലൽ ആയിട്ടുള്ള വേറെ ലൈൻ ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അതൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു ഇതാണ് നമ്മൾ ജിയോമെട്രിയിലുള്ള ഒരു ഫിഗറാണ് ഈ ലൈന്, പാരലൽ ലൈന്. അപ്പോൾ ഈ ഒരു രണ്ട് മറ്റ് എൽ എന്നുള്ള എം എന്നുള്ള രണ്ട് പാരലൽ ലൈൻസിന് ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പി. ആ പി ഈ രണ്ട് ലൈനിനും ഈക്വൽ ആയിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് വേറൊരു പാരലൽ ലൈന് കിട്ടുന്നു. അപ്പോൾ അതിൽ ഇനി അടുത്തത് ഓ എന്നുള്ളൊരു പോയിന്റ് പി എന്നുള്ള വേറൊരു പോയിന്റ് എടുത്തു. എങ്ങനെ, ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലായിട്ട്. ഇപ്പോൾ ഓ എന്നുള്ളൊരു പോയിന്റ് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലായിട്ട് ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്, 5 സെൻറ്റിമീറ്റർ എടുത്തു. എന്നിട്ട് എന്താണ്, നമ്മൾ പി എന്നുള്ള പോയിന്റിനെ ഇങ്ങനെ ചലിപ്പിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് ചലിപ്പിക്കുന്നത്, എപ്പോഴും എന്തായിരിക്കണം, ഈ ഓ എന്നുള്ള പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ പാത്ത് കിട്ടും. ആ പാത്ത് എന്തായിരിക്കും, ഒരു സർക്കിൾ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്, ദ പാത്ത് ഓഫ് ദ മൂവിങ് പോയിന്റ് ഓഫ് പി വിൽ ബി സർക്കിൾ ആയിരിക്കും. കാരണം എപ്പോഴും എന്താണ്, ഓ എന്നുള്ള പോയിന്റ് ഈക്വൽ ഡിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ പറയുന്ന പേരാണ് ലോക്കസ് എന്നുള്ളത്. ഇനി വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്, ഒരു പപ്പിള്, ഒരു ചരൽക്കല്ല്, അല്ലെങ്കിൽ ഒരു പന്തൊക്കെ അടിയിലോട്ട് ഇട്ടാൽ വേറൊരു ഫിഗർ ഉണ്ടാവും. ഇതിന് പാരാബോള എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത ഇത് മനസ്സിലാക്കുക. അപ്പം എന്താണ് ലോക്കസ്? ലോക്കസ് എന്ന് പറഞ്ഞാൽ മാത്സിൽ പറയുന്ന, ഒരു ജിയോമെട്രിയിൽ പറയുന്ന എന്താണ്, ഒരു പോയിന്റിന്റെ മൂവ്മെന്റിന്റെ പാത്തിനെയാണ് നമ്മൾ ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഇപ്പോൾ ആദ്യം രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിൽ ഇക്വ ഡിസ്റ്റൻ്റ് ആയിട്ട് ഒരു പോയിന്റ് വെച്ചാൽ അത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്തായിരിക്കും, വേറൊരു പാരലൽ ലൈൻ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പോയിന്റിൽ നിന്ന്
ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻറ്റിൽ ഒരു പി എന്നുള്ള പോയിന്റ് വരച്ചു. എന്നിട്ട് ആ പി എന്നുള്ള പോയിന്റിനെ ഈ ഓ എന്നുള്ള പോയിന്റ് ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്കൊരു സർക്കിൾ കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ അതിനൊക്കെ പറയുന്ന പേരാണ് ലോക്കസ്. ഇനി ലോക്കസിന്റെ ഒരു ചെറിയ രണ്ട് ലോക്കസ് പറയാണ്. ലോക്കസ് ഓഫ് എ പോയിന്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ടു ഗിവൺ പോയിന്റ്. രണ്ട് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള വേറൊരു പോയിന്റിന്റെ ലോക്കസ് എന്തായിരിക്കും, അതിന്റെ പാത്ത് എന്തായിരിക്കും. അപ്പോൾ നമുക്ക് എ എന്നുള്ള പോയിന്റ് ഉണ്ട്, ബി എന്നുള്ള പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിട്ട് വേറൊരു പോയിന്റ് കണ്ടെത്തിയിട്ട് അതിന്റെ ലോക്കസ് എന്തായിരിക്കും. അതിന്റെ ലോക്കസ് എന്ന് പറഞ്ഞാൽ എവിടെ അത് പോകുകയാണെങ്കിലും എന്ത് കണ്ടീഷൻ വേണം, ഈ പി എ എന്നുള്ള പോയിന്റിൽ നിന്നും ബി എന്നുള്ള പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പം നമുക്കത് എങ്ങനെയാണ് കണ്ടെത്താന്നുള്ളത്. അപ്പം നമുക്ക് പറയുന്നത് എന്താ വെച്ചാൽ എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് ഈ എൻ്റെയും ബിൻ്റെയും എന്ത് കണ്ടെത്തുക, മിഡ് പോയിന്റ് കണ്ടെത്തുക. എന്നിട്ട് മിഡ് പോയിന്റ് കണ്ടെത്തിയിട്ട് പി എന്നുള്ള പോയിന്റും കണ്ടെത്തുക. എങ്ങനെ, എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ പി എന്നുള്ള പോയിന്റ് കണ്ടെത്തിയിട്ട് എന്നിട്ട് ഈ രണ്ട് പോയിന്റ് നമ്മളിവിടെ മിഡ് പോയിന്റ് കണ്ടെത്തിയിരുന്നു, അത് രണ്ടും യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത്. കാരണം അപ്പോൾ പിന്നെ ഇതാണ് പി എന്നുള്ള പോയിന്റിന്റെ പാത്ത്. അപ്പോൾ ഇവിടെ ചെന്നാൽ ഇവിടുത്തെ പോയിന്റിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ഇവിടെ ചെന്നാലും ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം, നമുക്കിപ്പോൾ എന്താ ഉള്ളത്, ലോക്കസ് ഓഫ് എ പോയിന്റ്, പി എന്നുള്ള പോയിന്റിൽ ലോക്കസ് എന്ന് പറഞ്ഞാൽ ആ മൂവ്മെന്റിന്റെ പാത്ത് കണ്ടെത്തണം. എങ്ങനെയുള്ള പോയിന്റ് ആണ്, പി എന്നുള്ള പോയിന്റ് ആണ്. ഇക്വൽ ഡിസ്റ്റന്റ് ഫ്രം ടു പോയിന്റ്സ്, എ എന്നുള്ളതും ബി എന്നുള്ള രണ്ട് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള പി എന്നുള്ള പോയിന്റിന്റെ മൂവ്മെന്റിന്റെ പാത്ത് കണ്ടെത്തണം എന്നുള്ളത്. അതാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം എന്തായിരിക്കണം, എവിടെയൊക്കെ പി എന്നുള്ള മൂവ് ചെയ്യുന്നുണ്ടോ അവിടുന്നൊക്കെ എന്തായിരിക്കണം, എയിലേക്കും ബിയിലേക്കുള്ള ദൂരം ഒരുപോലെ ആയിരിക്കണം. അതിനാണ് പറയുന്നത് ജോയിൻ എ ബി എന്നുള്ള ഈ ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ മിഡ് പോയിന്റ് അല്ല മൈൻഡ് പോയിന്റ് അല്ല മിഡ് പോയിന്റ് കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പം എം എന്നുള്ള എന്താണ് പോയിന്റ്, അതിന്റെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് അറിയുമ്പോൾ എന്ത് കാരണം ഇക്യൂ ഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് പി. എന്നിട്ട് വേറൊരു പോയിന്റ് പി എന്നുള്ളത് കണ്ടെത്തുക. അതും എന്തായിരിക്കണം, പി എ ഇസിക്കൽ ടു പി ബി. പി എ ഇസിക്കൽ ടു പി ബി എന്ന് പറയുമ്പോൾ അത് ഈ എയിൽ നിന്നുള്ള അങ്ങോട്ടുള്ള ദൂരവും ബിയിൽ നിന്നുള്ള അങ്ങോട്ടുള്ള ദൂരവും ഒരുപോലെ ആയിരിക്കണം. അങ്ങനത്തെ ഒരു പോയിന്റ് കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പി എം ജോയിൻ ചെയ്യുക. അതായത് നമുക്കിവിടെ എന്ത് കിട്ടിയിരുന്നു, ഇവിടെ ഒരു മിഡ് പോയിന്റ് ഉണ്ട്, അതിന്റെ പേര് എം എന്നാണ്. ഇവിടെ ഒരു പി എന്നുള്ളത് കിട്ടി, അത് ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്താ, എക്സ്റ്റെൻഡ് ഇറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എം എന്നുള്ള പോയിന്റ്, ഇതിനെ അങ്ങോട്ടും വലിക്കുക ഇങ്ങോട്ടും വലിക്കുക, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ എന്താണ്, പി എം എന്നുള്ളത് ഇക്യു ഡിസ്റ്റൻറ്റ് എന്താണ് ഫ്രം എ ആൻഡ് ബി. നമ്മൾ ഈ പി എം എന്നുള്ളത് ഇതിൽ പി എം എന്നുള്ളത് എന്താണ്, എയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലാണ്. ഇവിടെ അളന്ന് നോക്കിയാൽ ഇവിടേക്കും എന്തായിരിക്കും, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5 ആയിരിക്കും. ഇവിടേക്ക് അളന്ന് നോക്കിയാൽ ഇവിടെ 8 ആണെങ്കിൽ ഇങ്ങോട്ടും എന്തായിരിക്കും 8 ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതാണ് ലോക്കസ് ഓഫ് പോയിന്റ് ഇക്യു ഡിസ്റ്റൻറ്റ് ഫ്രം ടു അതർ പോയിന്റ്സ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് അവിടെ നിന്ന് തന്നെ കാണിക്കാം എ എം പി ഇസിക്കൽ ടു ബി എം പി ആയിരിക്കും. എ എം പി എന്ന് പറയുന്നതായിരിക്കും എ എം എന്നുള്ള പോയിന്റ് എവിടെയാണ്, എം പി, ഈ ആംഗിളും ബി എം പി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ പുറത്ത് വേറൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു, പി എം എന്നുള്ള ഒരു ലൈൻ വരച്ചു. ഈ പി എമ്മിന്റെ പുറത്ത് വേറെ ഏതെങ്കിലും ഇവിടെ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും, എയിൽ നിന്നും ബിയിൽ നിന്നും ഡിസ്റ്റൻസ് ഈക്വൽ അല്ല എന്ന് മനസ്സിലാവുന്നുള്ളൂ. അതാണ് ക്യൂ എന്നുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യൂ എന്നുള്ളത് ഇവിടെയാണ് എടുത്തത്, എന്തിലല്ല, ഈ ലൈനിലല്ല. അപ്പോൾ എന്ത് മനസ്സിലാവും, ക്യൂ എയിൽ നിന്നും ബിയിൽ നിന്നും ക്യൂയിലേക്കുള്ള ദൂരം ഈക്വൽ അല്ല എന്ന് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കാം, ദ ലോക്കസ് ഓഫ് എ പോയിന്റ് ഇക്യു ഡിസ്റ്റൻറ്റ് ഫ്രം ടു ഗിവൺ പോയിന്റ്സ്. നമുക്ക് തന്നിട്ടുള്ള രണ്ട് പോയിന്റിൽ നിന്ന് ഇക്യു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റിന്റെ ലോക്കസ് എന്തായിരിക്കും, ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ലോയിങ് ഇൻ ദ ടു പോയിന്റ്സ്. അതായത് നമ്മൾ ഇവിടെ പറയുന്ന ഉദാഹരണത്തിൽ ഈ ലോക്കസ് ഓഫ് ദിസ് പോയിന്റ്, ഈ പി എന്നുള്ള പോയിന്റിന്റെ ലോക്കസ് എങ്ങനെയുള്ള, ഇക്യു ഡിസ്റ്റന്റ് ഫ്രം അതർ ടു പോയിന്റ്സ്. ഈ രണ്ട് പോയിന്റിൽ നിന്ന് ഇക്യു ഡിസ്റ്റന്റ് ആയിട്ടുള്ള പി എന്നുള്ള പോയിന്റിന്റെ ലോക്കസ് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നേരെയുള്ള കുത്തനെയുള്ള ബൈസെക്ടർ ആയിരിക്കും. എന്തിന്റെ ബൈസെക്ടർ, എയെയും ഈ രണ്ട് പോയിന്റിനെ ബന്ധിപ്പിക്കുന്ന ലൈനിന്റെ ബൈസെക്ടർ ആയിരിക്കും.
അതായത് ഇവിടെ എ എന്നുള്ള പോയിന്റിനെയും ബി എന്നുള്ള പോയിന്റിനെയും ബന്ധിപ്പിക്കുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും ഈ പി എന്നുള്ള പോയിന്റിൻ്റെ ലോക്കസ്. ലോക്കസ് എന്നാണ് അത്. അതായത് പി എന്നുള്ള പോയിന്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലോക്കസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതെന്തായിരിക്കും, എയുടെയും ബിയെയും ബന്ധിപ്പിക്കുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിനെയോ ഒരു ആംഗിളിനെയോ ഏതിനെയും ഈക്വലായിട്ട് വിഭജിക്കും. ഈക്വലായിട്ട് വിഭജിക്കും എന്ന് പറയുമ്പോൾ ഇത് എന്തായിരിക്കും, ഈ സൈഡിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ. ഓക്കെ, അതാണ് പറയുന്നത്, ശ്രദ്ധിക്കാം. ദ ലോക്കസ് ഓഫ് എ പോയിന്റ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം 2 ഗിവൺ പോയിന്റ്സ്. 2 നൽകപ്പെട്ട പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻറ്റിലുള്ള ഒരു പോയിന്റിന്റെ ലോക്കസ് എന്ന് പറഞ്ഞാൽ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിൻ ദ 2 പോയിന്റ്സ്. ആ 2 പോയിന്റിനെയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഇനി അടുത്തത് അവസാനത്തെ ഒരു ഭാഗം കൂടി, ലോക്കസ് ഓഫ് എ പോയിന്റ് ഇക്വ ഡിസ്റ്റന്റ് ഫ്രം 2 ലൈൻസ് ഇന്റർസെക്റ്റിംഗ് അറ്റ് O. ഇനി എന്താണ്, നമ്മളിപ്പോൾ ഒരു പോയിന്റിന്റെ എന്താണ് 2 പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റന്റ് ഉള്ള ഒരു പോയിന്റിന്റെ ലോക്കസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് 2 ഇന്റർസെക്റ്റിംഗ് ലൈനിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിന്റിന്റെ ലോക്കസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2 ഗിവൺ പോയിന്റ്സിൽ നിന്ന് 2 പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിന്റിന്റെ ലോക്കസ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഓക്കെ, 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസിന് ഈക്വൽ ഡിസ്റ്റന്റ് ഉള്ള ഒരു പോയിന്റിന്റെ ലോക്കസ് ആണ് ഇനി പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്, ഇതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റന്റ് ഉള്ള ഒരു പോയിന്റ്. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വെക്കുകയാണെങ്കിലും അത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം എയിൽ നിന്നും ബിയിൽ നിന്നും. അപ്പോൾ അത് നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഇതിന്ന് ഈക്വൽ ഡിസ്റ്റന്റ് ആയിരിക്കണം ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റന്റ് ആയിരിക്കണം ഇവിടെ. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും ഈക്വൽ ഡിസ്റ്റന്റ് ഉള്ള ഒരു പോയിന്റിന്റെ ലോക്കസ്, 2 ഇന്റർസെക്റ്റിംഗ് ലൈനുകളിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റന്റ് ഉള്ള ഒരു പോയിന്റിന്റെ ലോക്കസ് എന്തായിരിക്കും അത് പറയുന്നത് എന്താ വെച്ചാൽ, അത് ശ്രദ്ധിക്കാം. നമുക്ക് ഇത് മാത്രം വായിച്ചാൽ തന്നെ മതിയാകും. ദ ലോക്കസ് ഓഫ് എ പോയിന്റ് ഇക്വ ഡിസ്റ്റന്റ് ഫ്രോം ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ഇസ് ദ പെയർ ഓഫ് ലൈൻസ്. 2 ലൈനുകൾ ഉണ്ടാവും. പെയർ ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ലൈനുകളുടെ ഒരു പെയറാണ്. ബൈസെക്റ്റിംഗ് ആംഗിൾസ് ഫോംഡ് ബൈ ദ ഗിവൺ ലൈൻസ്. നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് എന്താണ് പറഞ്ഞത്, 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. ഈ 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിന്റ്, ആ പോയിന്റിന്റെ ലോക്കസ് ആണ് കണ്ടെത്തുന്നത്. അപ്പം പറയുന്നത് ആ പോയിന്റിന്റെ ലോക്കസ് എന്തായിരിക്കും, ഈ ആംഗിൾ ബൈസെക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ 2 ലൈനുകൾ, ഇപ്പോൾ 2 ലൈനുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ് ഇവിടെ, ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 2 ലൈനുകൾ ഇതാണ്. അപ്പം ഇനി നമുക്ക് ആ പോയിന്റിന്റെ ലോക്കസ് ആണ്. ആ പോയിന്റിന്റെ ലോക്കസും എന്ന് പറഞ്ഞാലും എന്തായിരിക്കും, ദ ലോക്കസ് ഓഫ് പോയിന്റും 2 പെയർ ഓഫ് ലൈൻസ് ആയിരിക്കും. ആ പെയർ ഓഫ് ലൈൻസ് ഏതാണ്, ഒന്ന് നമുക്ക് തന്നിട്ടുള്ളത് ഇതുമാണ്. ഇനി ആ പെയർ ഓഫ് ലൈൻസ് ഏതായിരിക്കും, അതിൻ്റെ ലോക്കസ് എന്തായിരിക്കും, ഒന്ന് ഈ ലൈനും മറ്റേത് ഈ ലൈനുമായിരിക്കും. ആ ലൈനുകളുടെ പ്രത്യേകത എന്താണ്, പെയർ ഓഫ് ലൈൻസ് ആണ്. അത് ബൈസെക്റ്റിംഗ് ദ ആംഗിൾസ്, ആംഗിളുകൾ ബൈസെക്ട് ചെയ്യും, ഈക്വൽ ആയിട്ട് ഭാവിക്കും. എങ്ങനെയുള്ള ആംഗിളുകൾ, ഫോംഡ് ബൈ ദ ഗിവൻ ലൈൻസ്. നമുക്ക് നൽകപ്പെട്ട ലൈനുകൾ ഏതാണ്, ഈ ലൈനാണ് നൽകിയത്. അപ്പോൾ ഈ ലൈനും ആ ലൈനും 2 ലൈനുകൾ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവ എന്താക്കുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആംഗിളുടെ ബൈസെക്ടർ ആയിരിക്കും ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഈ ആംഗിളിന്റെ ബൈസെക്ടർ ഇവിടെ, ഈ ആംഗിളിന്റെ ബൈസെക്ടർ ഇവിടെ, ഈ ആംഗിളിന്റെ ബൈസെക്ടർ ഇവിടെ. ഇതായിരിക്കും ആ പോയിന്റിന്റെ ലോക്കസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് എടുത്തു പി എന്നുള്ളത്, ഇതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻ്റ് ആണ്, ഇതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻ്റ് ആണ്. ഇനി അതിനെന്താക്കാം, ആ പി എന്നുള്ള പോയിന്റിലേക്ക് ഇങ്ങനെ പോകാം. അതൊക്കെ അതിൻ്റെ ലോക്കസ് ആണ്. കാരണം ഇവിടെ ചെന്നാലും എന്താണ്, അത് ഈ ലൈനിൽ നിന്നും ഈ ലൈനിൽ നിന്നും ഈക്വൽ ആണ്. ഇവിടെ ചെന്നാലും എന്താണ്, ഇതിൽ നിന്നും ഈക്വൽ ആണ്. ഇവിടെ ചെന്നാലും എന്താണ്, ഇതിൽ നിന്നും ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ്, ഇങ്ങനെ ആ ഈ ലോക്കസ് എന്താണ്, ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആണ്. അതായത് ഈ ലോക്കസ് ഈ ആംഗിളിനെ എന്താക്കുന്നു, ഈക്വൽ ഭാഗങ്ങളാക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഈക്വൽ ഭാഗങ്ങളാക്കുന്നു. ഇനി വേറൊരു പെയർ ഓഫ് ലൈൻസ്, 2 ലൈൻ ഉണ്ടാവും. ഒരു ലൈന് ഇതും മറ്റേ ലൈന് ഇതുമാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയുള്ള പെയർ ഓഫ് ലൈൻസ് ആണ്, ബൈസെക്റ്റിംഗ് ദ ആംഗിൾസ് ഫോംഡ് ബൈ ദ ഗിവൺ ലൈൻസ്. അപ്പോൾ മനസ്സിലായില്ലേ, ലോക്കസ് ഓഫ് എ പോയിന്റ് ഈക്വൽ ഡിസ്റ്റന്റ് ഫ്രം 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്തായിരിക്കും,
പെയർ ഓഫ് ലൈൻസ് ആയിരിക്കും ബൈസെക്റ്റിംഗ് ദ ആംഗിൾസ് ഫോംഡ് ബൈ ഗിവൺ ലൈൻസ്. നമുക്ക് നൽകപ്പെട്ട രണ്ട് ലൈനുകളാൽ നിർമ്മിതമായ ആംഗിളുകളുടെ ബൈസെക്ടർ ആയിരിക്കും ഈ രണ്ട് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസിൻ്റെ ഈക്വൽ ഡിസ്റ്റൻസുള്ള പോയിന്റിൻ്റെ ലോക്കസ് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുള്ളത് ചോദിക്കണം. അപ്പോൾ ഇനി ആക്ടിവിറ്റി എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യാം. ചെക്ക് യുവർ പ്രോഗ്രസ്സും ചെയ്തു വരാം. അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇനി ഇതിപ്പോൾ ലോക്കസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുവരെ കേൾക്കാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അല്ലാതെ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. പാത്ത് ഓഫ് എ പോയിന്റ് അത്ര മനസ്സിലാക്കുക. പാത്ത് ഓഫ് എ മൊമെന്റ് ഓഫ് എ പോയിന്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ബേസിക്സ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞത് രണ്ട് കോൺസെപ്റ്റുകളാണ്. ഒന്ന്, നൽകപ്പെട്ട രണ്ട് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിന്റിന്റെ പാത്തും, അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്, ഇന്റർസെക്റ്റിംഗ് ലൈനിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിന്റിന്റെ പാത്തുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും എന്നുള്ളതും, രണ്ടാമത്തിൽ പറഞ്ഞ എന്താണ്, അത് പെയർസ് ഓഫ് ലൈൻസ് ബൈസെക്റ്റിംഗ് ദ ആംഗിൾസ് ആയിരിക്കും എന്നുള്ളതും പറയാം. മനസ്സിലാക്കുക. അപ്പോൾ ഇത് രണ്ട് കോൺസെപ്റ്റുകൾ ശരിക്കും മനസ്സിലാക്കുക. അപ്പം ആക്ടിവിറ്റി ചെയ്തു വരിക. അപ്പം ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.